നമ്മൾ തൃശ്ശൂരിലേക്ക് പോവുകയാണ്. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി കോൺഗ്രസ്. ഇന്ന് തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ മഹാജനസഭ നടക്കും. KPCC അധ്യക്ഷൻ കെ സുധാകരൻ MP അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വൈകിട്ട് 3:30 തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന സമ്മേളനത്തിൽ 1 ലക്ഷത്തോളം വരെ അണിനിരക്കുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. AICC ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. സുവി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സുവി, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് ആദ്യ ചുവട് വയ്ക്കുകയാണല്ലോ. എത്രത്തോളം ഒരു ജനപങ്കാളിത്തം കൊണ്ടൊക്കെ ശ്രദ്ധേയമാകാനാണ് സാധ്യത ഈ മഹാസമ്മേളനം? ഗുഡ് മോർണിംഗ് എൽദോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ചുവടുവയ്പിൽ തന്നെയാണ് കോൺഗ്രസ്. അതിനുള്ള ഒരുക്കങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, തൃശ്ശൂരിൽ നിന്ന് തന്നെ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. ഏതായാലും ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് തൃശ്ശൂരിൽ എത്തുകയാണ്. അദ്ദേഹം പാർട്ടി പ്രവർത്തകരുമായും ഉൾപ്പെടെ സംവദിക്കുകയും മറ്റും ചെയ്യും. കോൺഗ്രസിന്റെ മഹാജനസഭയാണ് ചേരുന്നത്. ഇന്ന് വൈകിട്ട് 3:30 തൃശൂർ തേക്കിൻകാട് മൈതാനിയിലാണ് ഈ മഹാജനസഭ ചേരുന്നത്. ഇവിടെ നിന്നാണ് കോൺഗ്രസിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് തുടക്കമാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബൂത്ത് തലം വരെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ, ബൂത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, BLAമാർ ഉൾപ്പെടെയുള്ളവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക. സംസ്ഥാനത്തെ 25,177 ബൂത്തുകളിൽ നിന്നുള്ള പ്രവർത്തകരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തൃശൂർ തേക്കിൻകാട് മൈതാനത്തിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ ഇവരുമായി നേരിട്ട് സംവദിക്കും. ഒപ്പം തന്നെ ഈ ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുക, അതുവഴി സംഘടന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംഘടനയെ തയ്യാറാക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ എത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നടക്കുമ്പോൾ, ആ ജോഡോ ന്യായ യാത്ര നടക്കുമ്പോൾ അത് പോകാത്ത സംസ്ഥാനങ്ങളിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പര്യടനമുണ്ട്. ആ പര്യടനത്തിന്റെ കൂടെ തുടർച്ചയാണ് ഈ മഹാജനസഭ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 3:30 ഈ മഹാജനസഭ ചേരുക. പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടാകും. AICC തലം വരെയുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. KC വേണുഗോപാൽ, VD സതീശൻ, K സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ഇതിനോടനുബന്ധിച്ച് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അതിനുശേഷം നാളെ UDF സമിതി ചേരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് നാളത്തെ മുഖ്യ അജണ്ട എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇവിടെ ഒരു മഹാജനസഭ ചേരുന്നു, അതിന് തുടർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് കോൺഗ്രസിന്റെ ഒരു ശ്രമം. നമുക്കറിയാം, പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലുമെല്ലാം തന്നെ ഏറ്റവും എളുപ്പത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട ഒരു സാഹചര്യമാണ്. അതെല്ലാം തന്നെ വിജയത്തെ ബാധിച്ചു, അല്ലെങ്കിൽ വിജയത്തിന് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും വിജയത്തിലേക്ക് നയിച്ചു എന്നുമാണ് കോൺഗ്രസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി നിർണയം എളുപ്പത്തിലാക്കുക എന്നൊരു നിശ്ചയത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഈ മഹാസമ്മേളനം, മഹാജനസഭ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ UDF ചേരാനുള്ള നീക്കങ്ങളിലേക്ക് കൂടെ കടക്കുന്നത്. ഏതായാലും 15 സിറ്റിംഗ് MPമാരോടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായിരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചിലരെ മാറ്റാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും MPമാരുടെ പ്രകടനങ്ങളും മറ്റും വിലയിരുത്തിക്കൊണ്ടായിരിക്കും ഇവരെ ആരെയെല്ലാം നിലനിർത്തണം, ആരെയെല്ലാം മാറ്റണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുക. ഏതായാലും KPCC പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ താൻ ഇത്തവണ മത്സരരംഗത്തുണ്ടാകില്ല എന്ന് K സുധാകരൻ MP വ്യക്തമാക്കിയ സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഇന്ന് മഹാജനസഭ കോൺഗ്രസിന്റെ ചേരുകയാണ്. നമ്മൾ എടുത്തു പറയേണ്ടത്, തൃശൂർ എന്നത് വലിയ ലക്ഷ്യത്തോടുകൂടി BJP കാണുന്ന ഒരു സീറ്റാണ്. BJP A+ മണ്ഡലമായി കരുതുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശൂർ. അവിടെ നിന്നാണ് BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണ തൃശൂരിൽ കഴിഞ്ഞ മാസം എത്തുകയും ചെയ്തു. അതെല്ലാം തന്നെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഇന്നിപ്പോൾ തൃശൂരിൽ വെച്ച് തന്നെ ഒരു മഹാജനസഭ നടത്തുകയും അവിടെ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണത്തിന് തുടക്കമിടുവാനും കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഏതായാലും 3:30 മഹാജനസഭ ചേരുക. 1 ലക്ഷത്തോളം പ്രവർത്തകർ ഇവിടെ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എൽദോ.
സുവി അതിൽ ഇപ്പോൾ സുവി ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ച കാര്യം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നരേന്ദ്രമോദി BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് കാഹളത്തിന് തുടക്കമിട്ട തൃശ്ശൂരിലേക്ക് കോൺഗ്രസ് മല്ലികാർജ്ജുൻ ഖാർഗെ എത്തിക്കുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ എത്തിച്ച് തൃശ്ശൂരിൽ തന്നെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന് കോൺഗ്രസ് തുടക്കമിടണമായിരുന്നോ എന്നുള്ളതാണ്. കാരണം ഈ BJP അത്തരത്തിൽ ഒരു പ്ലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലോട്ടിലേക്ക് കോൺഗ്രസ് എത്തുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു ഭയപ്പാട് അവിടെ ഉണ്ടോ എന്നുള്ള ഒരു സംശയമെങ്കിലും സാധാരണക്കാർക്ക് പ്രവർത്തകർക്കിടയിലെങ്കിലും തോന്നില്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് തൃശൂർ എന്ന് പറയുന്നത്. വലിയ ഭൂരിപക്ഷത്തിന് തന്നെയാണ് കഴിഞ്ഞ തവണ TN പ്രതാപൻ അവിടെ നിന്ന് വിജയിച്ച് കയറിയത്. അന്നും സുരേഷ് ഗോപി തന്നെയായിരുന്നു മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്. വലിയ ഒരു അതായത് ഇരുവരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വലിയ വ്യത്യാസത്തിലേക്ക് കടന്നില്ല, വലിയ വ്യത്യാസമില്ല എന്ന് പറയാമെങ്കിൽ കൂടിയും കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റാണ് ഇത്. ഒപ്പം തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം VS സുനിൽകുമാർ മത്സര രംഗത്തേക്ക് വരുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എത്തുന്നത് VS സുനിൽകുമാർ. VS സുനിൽകുമാറിന് വലിയ ബഹുജന പിന്തുണ തൃശ്ശൂരിലുണ്ട്. അദ്ദേഹത്തിൻ്റെതായ വോട്ടുകൾ അദ്ദേഹത്തിനുണ്ട്. ഒപ്പം തന്നെ TN പ്രതാപൻ എന്ന് പറയുന്ന നേതാവിനും വലിയ ബഹുജന പിന്തുണ തൃശ്ശൂരിലുണ്ട്. ഒപ്പം അവിടേക്ക് എത്തുന്നത് കഴിഞ്ഞ 2 തവണ അവിടെ തെരഞ്ഞെടുപ്പുകളെ നേരിട്ട ഈ 2 തെരഞ്ഞെടുപ്പുകളും സുരേഷ് ഗോപി എത്തുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം, സുരേഷ് ഗോപി വോട്ട് വർദ്ധിപ്പിച്ചിരുന്നു എന്നാണ്. ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഒപ്പം ഈ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ എന്ന രീതിയിലാണ് ഈ തൃശ്ശൂർ മണ്ഡലത്തെ BJP നോക്കിക്കാണുന്നത്. ഇത്തവണ തൃശ്ശൂർ കയ്യിലെടുക്കാം എന്നൊരു പ്രതീക്ഷ സുരേഷ് ഗോപിയും ഒപ്പം തന്നെ BJPയും കണക്കുകൂട്ടുന്നു. അതുവഴി സുരേഷ് ഗോപിയെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടെ കൊണ്ടുവരാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് BJP വെച്ച് പുലർത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു വലിയ വിജയം സുരേഷ് ഗോപിക്ക് ഉണ്ടാകും. അതിനുള്ള ശ്രമങ്ങൾ BJP നടത്തുകയും ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസ് തന്നെ ഇവിടെ നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് കാഹളം മുഴക്കുന്നത്. ഒപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, മല്ലികാർജ്ജുൻ ഖാർഗെ മതിയോ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ എന്നൊരു ചോദ്യം എൽദോ ചോദിക്കുകയുണ്ടായി. സ്വാഭാവികമായും അത് പോരാ എന്ന് തന്നെയാണ് വിവിധ കോണുകളിൽ പാർട്ടി പ്രവർത്തകരുടെ ഉൾപ്പെടെ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. ഒപ്പം രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രചാരണത്തിന്റെ ഭാഗമായി ഇവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും എന്നൊരു പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വവും പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് തൃശ്ശൂരിൽ തേക്കിൻകാട് മൈതാനത്ത് കോൺഗ്രസിന്റെ മഹാജനസഭ ചേരുകയാണ്. 1 ലക്ഷത്തോളം പ്രവർത്തകർ ഇവിടെ എത്തും എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. എൽദോ. ശരി.